Watch India's largest kids library only on Jio Hotstar. Download the app now. Hello. Good morning, Motu ji. പത്തലു ദേ നോക്ക് ഈ ഡോങ്കി സംസാരിക്കുന്നു പത്തലു. വീണ്ടും അതേ ഡോങ്കിയോ? നേരം വെളുത്തിട്ടല്ലേ ഉള്ളൂ മോട്ടു, അപ്പോഴത്തേക്ക് നിന്റെ കുരുത്തക്കേട് വീണ്ടും തുടങ്ങിയോ മോട്ടു? Hello, Patlu sir. Good morning. ഈ ഡോങ്കി ശരിക്കും സംസാരിക്കുന്നുണ്ട് മോട്ടു. ഓടിക്കോ. അയ്യോ, എങ്ങോട്ടായി ഓടണ മോട്ടു പത്തലു? കേൾക്കുക, ഞാൻ ഡോങ്കി അല്ല, ഞാനൊരു കുതിരയാണ്. നീ ഡോങ്കി അല്ല, ഹോസാണെന്നോ? ഭൂതം ഭൂതം, ഡോങ്കിയുടെ വേഷത്തിൽ വന്ന ഭൂതം. ഏയ് മോട്ടു പത്ലു, ഇന്ന് നിങ്ങളുടെ പുറകെ ആരാണ് വന്നിരിക്കുന്നത്? സംസാരിക്കുന്ന കഴുതയോ? ഇല്ല, ഐ മീൻ കുതിര കുതിര കുതിര. ആദ്യം കുതിരയായിരുന്നു, പിന്നെ അത് കഴുതയായി മാറിയെന്നു. കൊള്ളാം, നല്ല തമാശ. എന്റെ അമ്മോ, എനിക്ക് എന്റെ ചിരി നിർത്താൻ കഴിയുന്നില്ല. ഹലോ ചിങ്കം സർ. എന്റെ അമ്മോ, ചിങ്ങമന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ ആണ്. പറഞ്ഞാ ഇംപോസിബിൾ. ഇത് വെരി ഫണ്ണിയാണ്. എന്ത് പറയുന്നു ചിങ്കം സർ? ഈ ഡോങ്കി സംസാരിക്കുന്നു, എന്റെ പേര് വിളിക്കുന്നു. ശരി മോട്ടു പതിലു, ഒരു പ്രാവശ്യമേ ഞാൻ പറയണമെന്ന് കേൾക്കുക. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാൻ എത്ര നേരം കൊണ്ട് നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇപ്പൊ എന്ത് സഹായാണ് നിനക്ക് വേണ്ടത്? വേഗം പറയേ. പേടിക്കണ്ട. സത്യം പറഞ്ഞാ ഞാനൊരു ഡോങ്കിയല്ല, ഒരു കുതിരയാണ്. പക്ഷെ കാണാൻ ഒരു ഡോങ്കിയെ പോലെ ഉണ്ട്. ഒരു ദിവസം ഒരു വൃത്തികെട്ട മാന്ത്രികൻ എന്റെ വേഗതയ്ക്ക് കടിഞ്ഞാണിട്ട് കളഞ്ഞു. അയാൾ എന്നെ വലിച്ചുകൊണ്ട് അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എന്നെ കന്നുകാലികളുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടു. ആ മാന്ത്രികൻ എന്റെ പുറത്ത് സവാരി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. ഞാനത് തടഞ്ഞപ്പോ അയാൾ എന്റെ വേഗതയ്ക്ക് ഒരു കടിഞ്ഞാനിടാൻ ആഗ്രഹിച്ചു. എന്നിട്ട് എന്നെ ഒരു കഴുതയാക്കി മാറ്റി. നിന്റെ കഥ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡോങ്കി. എനിക്ക് ഇതിൽ കൂടുതൽ കേൾക്കാൻ ശക്തിയില്ല. കൺട്രോൾ മോട്ടു, കൺട്രോൾ കൺട്രോൾ. പറയുന്ന കാര്യം കേട്ടില്ലെങ്കിൽ അവനെ എങ്ങനെ സഹായിക്കാൻ കഴിയും? ഇനിയിപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും മാത്രമേ എന്നെ ശരിയാക്കാൻ സാധിക്കൂ. ഞങ്ങൾക്ക് നിന്നെ എങ്ങനെ ശരിയാക്കാൻ പറ്റുമെന്നാ? നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി ഇത് വളരെ ചെറിയൊരു ജോലിയാണ്. ഫുർഫുറി നഗർ ബാങ്കിന്റെ ലോക്കറിൽ ഈ മാന്ത്രികന്റെ ഒരു ചെറിയ നാഗമണി ഉണ്ട്. ഇനിയിപ്പൊ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയെങ്കിലും പോയി ആ നാഗമണി കൈവശമാക്കിയിട്ട് കുറച്ച് സെക്കൻഡിലേക്ക് എന്റെ വായിലിട്ടാൽ ഞാൻ പെട്ടെന്ന് ഈ ശാപമുക്തനായി മാറും. ഞാൻ ശരിയായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പെട്ടെന്ന് ആ നാഗമണി തിരിച്ചു കൊണ്ടുപോയി ലോക്കറിൽ വെച്ചേക്കൂ. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കൂട്ടുകാരാ. ആ നാഗമണി ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. എന്നിട്ട് നിന്നെ ശരിയാക്കും. ഇതെന്റെ വാക്കാണ് കൂട്ടുകാരാ. ചിങ്കം സാറും ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കും. എന്നും ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ തീർച്ചയായും സഹായിച്ചിരിക്കും. ചേട്ടാ മോട്ടു എന്റെ ചങ്കേന്റെ ബ്രോ. പക്ഷെ ഡോങ്കി ഒന്നും സംസാരിക്കില്ലെന്നേ. പിന്നെ കഴുത എപ്പോഴും കുതിരയാകില്ല, ഡോങ്കി എപ്പോഴും ഡോങ്കി തന്നെ. എന്താ പറഞ്ഞ? കുതിര ഡോങ്കി മാറിയെന്നോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടേ. ഡോക്ടർ ജഡ്ക, നിങ്ങളുടെ സയൻസ് ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളുടെ സയൻസ് നിങ്ങൾ നിങ്ങളുടെ കൈ തന്നെ വെച്ചോളൂ. എന്നിട്ട് ഇന്ന് എന്റെ സമ്മാനം പിടിച്ചോളൂ. പൊളിച്ചെടുത്തല്ലോ മമ്മി, പൊളിച്ചെടുത്തല്ലോ. ഈ ഡോങ്കി ഇപ്പൊ തന്നത് അടിയല്ല, ഇടിയാണ്. ഇല്ല, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അത് ഈ കാലത്ത് മായാജാല വിദ്യയെ കുറിച്ചൊന്നും എനിക്ക് ആലോചിക്കാനേ വയ്യ. ആ നാഗമണി തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തരാൻ പോകുന്നില്ല. അത് കാണാതായ പിന്നെ ആരാണ് ഉത്തരവാദി? അല്ല മാനേജർ സർ, ഞാൻ നേരിട്ട് സ്വയം ഈ ഡോങ്കി സംസാരിക്കുന്നത് കണ്ടതാണ്. സാർ എന്നെ വിശ്വസിക്കണം. സാറ് ഒറ്റ സെക്കൻഡ് ആ നാഗമണി എടുത്ത് തന്നോളൂ. ഞങ്ങൾ അതിന്റെ വായ്ക്കകത്ത് വെച്ചിട്ട് ഡോങ്കിനെ വീണ്ടും കുതിരയാക്കി മാറ്റും. എന്നിട്ട് തിരിച്ചു തന്നോളാം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അതെ, ഓക്കെ ചിങ്കം സാർ.
ഞാനിപ്പോൾ റൂൾസ് എല്ലാം തെറ്റിച്ച് ആ നാഗമണി നിങ്ങളുടെ കയ്യിൽ തരാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഒരു വരിയായിട്ട് ഈ അത്ഭുതം കാണാനായിട്ട് നിൽക്കുക. നാഗമണി എന്റെ വായിൽ വെച്ച് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിട്ട് 1, 2, 3, 4 എന്ന് പറയൂ. ശരി. 1, 2, 3, 4. പോയി, എന്റെ നാഗമണിയെ കൊണ്ട് പോയി. ചിക്കൻ സാറേ, അതെങ്ങനെ കൊണ്ടുത്താ, അല്ലെങ്കിൽ എന്റെ ജോലി പോവും. എന്റെ ജോലി എങ്ങനെ പോയാ നിങ്ങളുടെ ജോലി ഞാൻ തെറിപ്പിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി മോട്ടുപത്ലു, നിങ്ങളുടെ കഴുത ഇപ്പൊ നിങ്ങളെ കഴുതകളാക്കി മാറ്റി. വന്നേ അവരെ പിടിക്കണം. അവിടെ നിക്ക് ഡോങ്കി. അതിനെ വെറുതെ വിടില്ല. എന്റെ ചങ്ക എന്റെ ബ്രോ, ഒരു സയന്റിസ്റ്റിന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഏയ്, അവിടെ നിക്ക്. ഏയ് ഡോങ്കി, ഏയ് അവിടെ നിൽക്കാൻ. അതെ, ഇത്രയും ഡോങ്കികൾ എവിടുന്നാ വന്നത്? ഇതിനകത്തുണ്ടോ? വാ തുറന്നേ. ഡോങ്കി സാറേ, ഒരു പ്രാവശ്യം നീ വാ തുറന്നേ പ്ലീസ്. എന്നിട്ട് ആ നാഗമണി എനിക്ക് തരൂ പ്ലീസ്. നല്ലപോലെ പറ്റിച്ചു ചിങ്കം സാർ. അവർ രണ്ടുപേരെയും ഈ നഗരം വിട്ട് പുറത്താക്കൂ. അതിനുശേഷം ഞാൻ സ്വസ്ഥമായിട്ട് കൊള്ളയടിക്കും. ഒരു ഡോങ്കി വന്ന് നമ്മളെ ഒക്കെ വെട്ടിയാക്കി കളഞ്ഞു. ആ ഒരു ഡോങ്കി എന്നെ ഒരു ഡോങ്കിയാക്കി പോയി കളഞ്ഞല്ലോ. ഓട്ടോ, നീ ഇങ്ങനെ കരഞ്ഞത് കൊണ്ട് മാത്രം ഒരു പ്രോബ്ലത്തിന്റെയും സൊല്യൂഷൻ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. എന്താ മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് ആ നാഗമണി എടുത്തുകൊണ്ടുപോയ ഡോങ്കി ശരിക്കുള്ള ഡോങ്കി അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് ജോൺ ആയിരുന്നു, ശരിക്കും ജോൺ ദ ഡോൺ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആ ജോൺ ദ ഡോണിന് മാത്രമേ ധൈര്യം വരൂ. അവരല്ലാതെ ഇത് വേറെ ആരും ചെയ്ത് കാണില്ല. ജോൺ, ഇനി നിനക്ക് രക്ഷയില്ല ജോണേ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ പറയൂ. ഐഡിയ. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. നമുക്ക് ആവശ്യമുള്ള നാഗമണി കിട്ടിയടാ. ഇനി നമ്മള് പൈസയില് കുളിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഈ നാഗമണിയെ ഞാൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കാൻ പോവുകയാണ്. മക്കളെ, ഈ കാട്ടിനുള്ളിൽ നാഗമണിയുമായി ഒരു പാമ്പ് അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. ഞാൻ ആ പാമ്പിനെ പിടിച്ചതിന് ശേഷം ആ നാഗമണി സ്വന്തമാക്കും. എന്നിട്ട് കോടീശ്വരനായി മാറുകയും ചെയ്യും മക്കളെ. ബോസ്, ഈ നാഗമണി അദ്ദേഹം നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പക്ഷെ ആ നാഗമണി അദ്ദേഹം വാങ്ങിച്ചാൽ നമുക്ക് പിന്നെ എന്ത് കിട്ടാനാ? അങ്ങനെ നടക്കാൻ സാധ്യതയില്ലല്ലോ ബാബാ. എനിക്ക് ഈ സ്ഥലം മൊത്തം നല്ലപോലെ അറിയാം. തീർച്ചയായിട്ടും ഇവിടെ അങ്ങനത്തെ ഒരു പാമ്പ് ഇല്ല. അതെ. ആണോ? എങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നോക്കൂ മക്കളെ, നിങ്ങൾക്കിപ്പോ എന്റെ കഴിവിനെ കുറിച്ച് അല്പം വിശ്വാസം വന്നോ? വരൂ നാഗമണിയുമായി വന്ന നാഗമേ, പറയൂ എന്നോട്, എവിടെയാണുള്ളത് നിന്റെ നാഗമണി? ബോസ്, നാഗമണി നിങ്ങളുടെ കയ്യിലുള്ള കാര്യം അതിനെങ്ങാനും മനസ്സിലായിട്ടുണ്ടാവോ? എന്താ ചെയ്യുന്നത്? എന്നെ വിട്ടേക്ക് മകനെ, ഈ സർപ്പം നിന്നെയാണ് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇവന്റെ നാഗമണി നീയാണ് മോഷ്ടിച്ചിരിക്കുന്നതല്ലേ? എവിടെയാണ് ഇവന്റെ നാഗമണി? മണി തിരിച്ചു തരൂ, എന്നിട്ട് നിന്റെ ജീവനും കൊണ്ട് ഓടിക്കോ. പിന്നീട് തിരിച്ചു വരരുത്. എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് ആ നാഗമണി? പറ. സർപ്പത്തിനോട് നിന്റെ കരവിരുതൊന്നും കാണിക്കാൻ നിൽക്കരുത്. കാരണം സർപ്പത്തിനോട് കളിക്കുന്നത് ആലോചിച്ചു വേണം. അതുകൊണ്ട് വേഗം തന്നെ ആ നാഗമണി തിരിച്ചു തരൂ. എങ്കിൽ മാത്രമേ ഈ സർപ്പം നിന്നെ വിട്ടു പോകുള്ളൂ. നിനക്ക് നാഗമണിയാണോ വലുത്, അതോ നിന്റെ ജീവനോ? ഇല്ല,
ഞാൻ നാഗമണി ഒരിക്കലും കട്ടിട്ടില്ല. ഇതെന്താ എന്നെ ഇറുക്കുന്നത്? എനിക്ക് വയ്യ. ശരി ശരി, ഞാൻ മണി തന്നേക്കാം. വിട്ടേക്ക് വിട്ടേക്ക്, ഇന്നാ പിടിച്ചോ, എന്നെ വിട്ടേക്ക്. ബാബാ, ഇതെന്ത് പാമ്പാണ്? ഈ പാമ്പിന് കൈയൊക്കെ ഉണ്ടല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റിച്ചോ. ഇത് വളരെ മോശമാണ്, മോശം. നിന്നെ പോലത്തെ ഒരു കള്ളനെ ഞങ്ങൾക്ക് എങ്ങനെ വഞ്ചിക്കാൻ പറ്റും ജോൺ? ഇനി നിന്റെ മുമ്പിൽ ഒരു ഡാൻസ് കളിക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി. പത്ലു, എപ്പോഴും ഞാനല്ലേ ഈ ജോണിനെ അലക്കിപ്പിഴിഞ്ഞെടുക്കാറ്. അതുകൊണ്ട് ഇന്ന് നിന്റെ ഊഴമാണ് പത്ലു. നിന്റെ മനസ്സിൽ കൊതി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തീർത്തുകൊള്ളൂ. എന്റെ അമ്മോ, പത്രുഞ്ഞി എന്റെ ഊഴമാണ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. പൊളിച്ചെടുത്തല്ല മമ്മി, ഇനി എന്റെ ടൈമാണ്. സ്റ്റാർട്ട്. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, സയൻസിന്റെ മേലെ സത്യമായിട്ടാണ് പറയുന്നത്. ഇനി എന്റെ ഊഴമാണ്. അതെ, ഞാൻ നാഗമണി കൊടുത്തില്ലേ, എന്നെ വിട്ടേക്ക്. പിന്നെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഈ ജോണിനെ വിട്ടേക്ക്, ഞാൻ പാവമല്ലേ. പ്ലീസ് ഓടിക്കോ. Watch India's largest kids library only on Geo Hotstar. Download the app now.